Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. പുതിയ നിയമത്തിന്റെ ഉള്ളടക്കം എന്നത് യാഹ്വയുടെ രക്ഷയിലൂടെ അഥവാ യാഹുഷയിലൂടെയുള്ള സ്വർഗരാജ്യപ്രവേശനമാണ്. മനുഷ്യപുത്രന്റെ ആ തലമുറയിൽ തന്നെയുള്ള മടങ്ങിവരവിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വചനങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ പരിശോധിക്കാം. മാനസാന്തരപ്പെടുവിന്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാൻ തന്റെ സുവിശേഷ വേല ആരംഭിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന സത്വാർത്ത അറിയിച്ചുകൊണ്ടാണ്. 2000 വർഷങ്ങൾക്കു ശേഷം സംഭവിക്കാനുള്ള ഒരു കാര്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വർഗരാജ്യം കൈയെത്തുന്ന ദൂരത്ത് എത്തിക്കഴിഞ്ഞുവെന്നാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നതു കണ്ടപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലിസന്തതികളെ, ആസന്നമായ ക്രോധത്തില് നിന്ന് ഓടിയകലാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? ദൈവത്തിന്റെ ക്രോധം വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്നും അതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരെന്നും ഇവിടെ യോഹന്നാൻ ചോദിക്കുന്നു. വൃക്ഷങ്ങളുടെ വേരിനു കോടാലി വച്ചുകഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. വെളിപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന വിളവെടുപ്പ് ഉടനെ തന്നെ സംഭവിക്കുമെന്നും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലിടുമെന്നും ഇവിടെ നമ്മൾ വായിക്കുന്നു. എന്റെ പിന്നാലെ വരുന്നവന് എന്നെക്കാള് ശക്തന്. അവന് ദൈവാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവന് കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയില് ശേഖരിക്കും. പതിര് കെടാത്ത തീയില് കത്തിച്ചു കളയുകയും ചെയ്യും. മനുഷ്യപുത്രൻ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെ ദൈവാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തുമെന്ന് യോഹന്നാൻ പറയുന്നു. വിളവെടുപ്പിനെക്കുറിച്ച് തന്നെയാണ് ഈ വചനത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുതലേ യാഹുഷ പ്രസംഗിക്കാന് തുടങ്ങി, മാനസാന്തരപ്പെടുവിന്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യാഹുഷ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതും സ്വർഗരാജ്യം അടുത്തെത്തിയിരിക്കുന്നു എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. ഇസ്രായേല് വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിന്, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിന്. പിന്നീട് അപ്പസ്തോലന്മാരെ അയക്കുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് യാഹുഷ നിർദ്ദേശിക്കുന്നത്. അതായത് പുതിയ നിയമത്തിന്റെ കാതൽ എന്നത് സ്വർഗരാജ്യം സമീപിച്ചുവെന്നതാണ്. ബൈബിളിൽ എത്ര തിരഞ്ഞാലും 2000 വർഷത്തെ വിടവോ കൃപായുഗമോ നമുക്ക് കണ്ടെത്താനാവില്ല. എന്നാൽ യാഹുഷയുടെ മടങ്ങി വരവ് ഉടനെ തന്നെ ഉണ്ടാവുമെന്നതിന് വളരെയധികം വചനങ്ങൾ സാക്ഷ്യം നൽകുന്നുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ യഥാസമയം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ മാനുഷിക ഉപദേശങ്ങളുടെ പിറകെ പോകാതെ തുറന്ന മനസ്സോടെ ബൈബിൾ വായിക്കുക. ചെന്നാക്കളുടെ ഇടയിലേക്കു ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിന്. അവര് നിങ്ങളെ ന്യായാധിപസംഘങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വച്ച് അവര് നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവര് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാല് നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവന് രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവര് നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിന്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചു പൂർത്തിയാക്കുകയില്ല. അപ്പസ്തോലന്മാരെ സ്വർഗരാജ്യ സുവിശേഷത്തിനായി അയക്കുന്നതിന്റെ ബാക്കി ഭാഗമാണ് ഇത്. അവർ ന്യായാധിപസംഘങ്ങൾ കേൾപ്പിക്കപ്പെടുകയും സിനഗോഗുകളിൽ വെച്ച് പീഡനമേൽക്കുകയും ചെയ്യുമെന്ന് യാഹുഷ പ്രവചിക്കുന്നു. ഇക്കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവാൻ യാഹുഷ നിർദ്ദേശിക്കുന്നു. ഈ പീഡനകാലത്ത് അപ്പസ്തോലന്മാർ ഇസ്രായേലിലെ പട്ടണങ്ങൾ സഞ്ചരിച്ചു തീരുന്നതിനു മുന്നേ തന്നെ മനുഷ്യപുത്രൻ മടങ്ങിവരുമെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എങ്കിലും ചില വ്യക്തികൾക്ക് യാഹുഷയുടെ വാക്കുകളിൽ വിശ്വാസമില്ല. അപ്പസ്തോലന്മാർ പീഡയനുഭവിക്കുകയും മരിക്കുകയും ചെയ്തു. എന്നാൽ മനുഷ്യപുത്രൻ താൻ സത്യമായും ആ കാലത്ത് തന്നെ മടങ്ങിവരുമെന്ന് പറഞ്ഞിട്ടും മടങ്ങിവന്നില്ല എന്ന് ഇക്കൂട്ടർ കരുതുന്നു. പരിശുദ്ധനായ ആത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഇവിടെ നാം കാണുന്ന വരുവാനിരിക്കുന്ന യുഗമെന്നത് യാഹുഷയുടെ സഹസ്രാബ്ദ കാലമാണ്. മനുഷ്യപുത്ര സ്വപിതാവിന്റെ മഹത്വത്തില് തന്റെ ദൂതന്മാരോടൊത്തു വരാനിരിക്കുന്നു. അപ്പോൾ അവന് ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ചു പ്രതിഫലം നൽകും. മനുഷ്യപുത്ര തന്റെ രാജ്യത്തില് വരുന്നത് ദർശിക്കുന്നതിനു മുമ്പ് ഇവിടെ നിൽക്കുന്നവരിലെ ചിലര് മരിക്കുകയില്ലെന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ കൂടി നിൽക്കുന്നവരിൽ ചിലർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യപുത്രൻ ദൂതന്മാരോടൊത്തു വരുമെന്നും സ്വർഗരാജ്യം സ്ഥാപിക്കുമെന്നും യാഹുഷ സത്യമായി വാഗ്ദാനം ചെയ്യുന്നു. യെരുസലേം ദേവാലയത്തിന്റെ നാശത്തിനു ശേഷം ഉടനെ തന്നെ മനുഷ്യപുത്രൻ മടങ്ങി വന്നുവെന്ന് ഈ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇക്കാര്യങ്ങൾ സത്യമായി സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടും ഏതാനും വിശ്വാസികൾക്ക് ഇത് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. യാഹുഷ അവരോട് ചോദിച്ചു, പണിക്കാരെ ഉപേക്ഷിച്ചു കളഞ്ഞ് കല്ലുതന്നെ മൂലക്കല്ലായിത്തീർന്നു. ഇതു കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്നു വിശുദ്ധലിഖിതത്തില് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്തു ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും.
ഈ കല്ലില് വീഴുന്നവന് തകർന്നു പോകും. ഇത് ആരുടെ മേല് വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അവന്റെ ഉപമകള് കേട്ടപ്പോൾ അവന് തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. യാഹുഷ എന്ന മൂലകല്ലിന്മേൽ പണിയപ്പെട്ട സഭയെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുമുള്ള പ്രവചനമാണിത്. ദൈവരാജ്യം അവിടെ കൂടി നിന്ന് പ്രധാന പുരോഹിതന്മാരിൽ നിന്നും ഫരിസേയരിൽ നിന്നും എടുത്ത് ജാതികൾക്ക് നൽകുമെന്നു ഇവിടെ നാം വായിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്ന കല്ല് പതിക്കുമ്പോൾ ഇരുമ്പും കളിമണ്ണും ഇടകലർന്നു ഭരിക്കുന്ന സാമ്രാജ്യം ധൂളിയാക്കപ്പെടുമെന്ന് ദാനിയേലിന് ലഭിച്ച ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നു. 490 വർഷങ്ങൾ പൂർത്തിയാവുമ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെ നാശം സംഭവിക്കുകയും എന്നേക്കും നിലനിൽക്കുന്ന യാഹുഷയുടെ സ്വർഗരാജ്യം ഭൂമിയെ ഭരിക്കുമെന്നതുമാണ് ഈ ദർശനത്തിന്റെ അർത്ഥം. എന്നാൽ കൃപായുഗ വിശ്വാസികൾ ഈ പ്രവചനത്തിൽ ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത 2000 വർഷത്തെ വിടവ് കൂട്ടിച്ചേർക്കുന്നു. ദർശനത്തിൽ പറഞ്ഞതുപോലെ സംഭവിച്ചില്ല എന്നു വിശ്വസിക്കാനാണ് ഇവർക്കിഷ്ടം. എന്നാൽ യാഹുഷ തങ്ങളെ പറ്റിയാണ് പറയുന്നതെന്ന് അവിടെ കൂടി നിന്ന പുരോഹിതന്മാരും ഫരിസേയരും മനസ്സിലാക്കിയിരുന്നുവെന്നും നമ്മൾ ഇവിടെ വായിക്കുന്നു. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റുചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാന് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യാഹുഷ അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ദൈവക്രോധം വരുന്നതിനു മുന്നേ ഭൂമിയിലെ ജനങ്ങളോട് 70 പ്രാവശ്യം, അതായത് 490 വർഷം യാഹുവ ക്ഷമിക്കുന്നതായി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാല് ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. സ്നാപക യോഹന്നാനെപ്പറ്റിയാണ് അവന് തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. ആസന്നമായിരിക്കുന്ന ദൈവക്രോധവും ദൈവരാജ്യവും വരുന്നതിന് മുന്നോടിയായി ഏലിയായെ ദൈവം അയക്കുന്നതായി മലാക്കിയുടെ പുസ്തകത്തിൽ പ്രവചിച്ചത് ഇങ്ങനെ പൂർത്തിയായി. യാഹുവയുടെ മഹത്വവും ഭീതിജനകവുമായ ദിവസം വരുന്നതിനു മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ജെറമിയായുടെ പുസ്തകത്തിലെ പ്രവചന നിവർത്തിക്കായാണ് യാഹുഷ ഇങ്ങനെയൊരു പ്രയോഗം ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പസ്തോലന്മാർ ദൈവരാജ്യത്തിനു വേണ്ടി മനുഷ്യരെ പിടിക്കുകയും യാഹുവ അവരെ ഭൂമിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന വാഗ്ദത്ത നാടായ തേനും പാലും ഒഴുകുന്ന ഇസ്രായേൽ മലനിരകളിലേക്ക് പ്രവചിച്ചതുപോലെ കൊണ്ടുവരികയും ചെയ്തു. എന്തെന്നാല് അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. യാഹുവ അരുളി ചെയ്യുന്നു, പിന്നീട് ഞാന് അനേകം നായാട്ടുകാരെ വരുത്തും. അവര് പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും. അതുകൊണ്ടിതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്കയക്കുന്നു. അവരിലെ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്നു പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതല് ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയായുടെ പുത്രനായ സഗറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. യാഹുഷ തന്റെ ശിഷ്യന്മാരെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലേക്ക് അയക്കുമ്പോൾ അവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡകളെപ്പറ്റി ഇവിടെ പ്രസ്താവിക്കുന്നു. ഇസ്രായേൽ ജനം കൊന്നൊടുക്കിയ വിശുദ്ധരുടെയെല്ലാം രക്തം അവിടെ കൂടി നിന്നവരുടെ മേൽ പതിക്കുമെന്നും ഇക്കാര്യങ്ങളെല്ലാം ഈ തലമുറയിൽ തന്നെ സംഭവിക്കുമെന്നും യാഹുഷ ഇവിടെ വ്യക്തമാക്കുന്നു. ഇത്രയും വ്യക്തമായ പ്രവചനമാണെങ്കിലും ചില വിശ്വാസികൾ ഈ പ്രവചനം പൂർത്തിയായില്ല, യാഹുഷയ്ക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറയാറുണ്ട്. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിനു വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. വളരെയധികം ആളുകൾ വിശ്വാസത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ബലമായി നേടിയെടുക്കുന്നുവെന്നു ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാല് ദൈവാത്മാവിനെക്കൊണ്ടാണു ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നുകഴിഞ്ഞിരിക്കുന്നു. താൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ദൈവാത്മാവിനാലാണെന്ന് ഫരിസേയർ വിശ്വസിക്കുമെങ്കിൽ അവരും സ്വർഗരാജ്യം നേടിയെടുക്കുമെന്ന് ഇവിടെ നാം വായിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് നിനക്കു ഞാന് തരും. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന് നൽകിയതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ലോകത്തിലുള്ള ജനങ്ങളുടെയെല്ലാം സഭയിലൂടെയുള്ള സ്വർഗരാജ്യപ്രവേശനത്തെ ഇത് സൂചിപ്പിക്കുന്നു. യാഹുഷ അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ, എന്നാല് ഞാന് നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതല് മനുഷ്യപുത്ര ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളില് വരുന്നതും നിങ്ങൾ കാണും. മനുഷ്യപുത്രന്റെ മടങ്ങിവരവ് ജനപ്രമാണികൾ ദർശിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനം മുഴുവന് മറുപടി പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. യാഹുഷയുടെ രക്തത്തിന്റെ വില അവരുടെ മേലും അവരുടെ മക്കളുടെ മേലും വീണുകൊള്ളട്ടെയെന്ന് അവിടെ കൂടി നിന്ന ജനങ്ങൾ പ്രസ്താവിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തില് അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിന്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാന് അവരെ പഠിപ്പിക്കുവിന്. യുഗാന്ത്യം വരെ എന്നും
ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ യാഹുഷയുടെ ആത്മാവ് ശിഷ്യന്മാരുടെ കൂടെയുണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുഗാന്ത്യം സംഭവിക്കുകയും യാഹുഷ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് തന്നെ, അതായത് 490 വർഷങ്ങൾ പൂർത്തിയായപ്പോൾ വാനമേഘങ്ങളിൽ ആഗതനായി. നാം ഇപ്പോൾ ആയിരിക്കുന്നത് സാത്താന് അനുവദിക്കപ്പെട്ട ചെറിയ കാലത്തിലാണെന്നും യെറുസലേം ദേവാലയത്തിന്റെ നാശത്തിന് ശേഷം ഉടനെ തന്നെ മനുഷ്യപുത്രൻ മടങ്ങിവരികയും തന്റെ സഭയിലെ അംഗങ്ങളെ കൂട്ടിച്ചേർത്ത് സ്വർഗരാജ്യം ഭൂമിയുടെ നടുവിൽ സ്ഥാപിച്ചുവെന്നും നാം മനസ്സിലാക്കി. സൈന്യങ്ങളുടെ യാഹുവ അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോല് പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചുകളയും. എന്നാല് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കുവേണ്ടി നീതിസൂര്യന് ഉദിക്കും. അതിന്റെ ചിറകുകളില് സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. അവന് ഉത്തരം പറഞ്ഞു, നല്ല വിത്തു വിതയ്ക്കുന്നവന് മനുഷ്യപുത്രനാണ്. വയല് ലോകവും നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരും കളകള് ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച് ശത്രു പിശാചാൻ. കൊയ്ത്ത് യുഗാന്ത്യമാണ്. കൊയ്തത് കാര് ദൈവദൂതന്മാരും. കളകള് ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നതെങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്ത്യത്തിലും സംഭവിക്കും. മനുഷ്യപുത്ര തന്റെ ദൂതന്മാരെ അയക്കുകയും അവര് അവന്റെ രാജ്യത്തുനിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്കെറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാര് തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തില് സൂര്യനെപ്പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവന് കേൾക്കട്ടെ. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.